ഹായ് ഗായ്സ്, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു ചെറിയ വീഡിയോയുമായി വന്നിരിക്കുകയാണ്. ഇത് ഒമാൻ്റെ ഒരു അറ്റത്ത്, അതായത് യമൻ എന്ന രാജ്യത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഭൂപ്രകൃതിയാണ് സലാല എന്ന് പറയുന്നത്. സലാല ശരിക്കും നമ്മുടെ കേരളത്തിന് സമമായിട്ടുള്ള ഒരു സ്ഥലമാണ്. കേരളം എങ്ങനെയാണോ ഏകദേശം അതേപോലെ തന്നെയാണ് ഈ സലാല ഉള്ളത്. കേരളത്തെക്കാൾ ഉപരി അതിനേക്കാൾ കൂടുതൽ തെങ്ങുകളും വാഴകളും അതേപോലുള്ള വൃക്ഷങ്ങളും ചെടികളും ഒക്കെ നിറഞ്ഞ് സമൃദ്ധമായ ഒരു ഏരിയയാണ് സലാല എന്ന് പറയുന്നത്. സലാലയുടെ ഒരു ഏരിയയിലൂടെ ഞാനിപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്തെടുത്ത ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. ഞാനിപ്പോൾ സലാല എന്ന സ്ഥലത്തു നിന്നും സലാലയിലെ തന്നെ താക്ക എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, അതായത് ഏകദേശം സലാല സിറ്റിയിൽ നിന്നും 40 കിലോമീറ്ററോളം മാറിയാണ് ഈ താക്ക സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ താക്കയിലേക്കാണ് ഞാനിപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതിയും മറ്റുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ ശ്രമിക്കുന്നത്. ഒരു ഒമാൻ്റെ സാധാരണ ജനജീവിതം എങ്ങനെയാണെന്നും അവിടുത്തെ പ്രകൃതി എങ്ങനെയാണെന്നും അതേപോലെ തന്നെ അവിടുത്തെ വീടുകൾ എങ്ങനെയാണെന്നും ഒക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ സാധിക്കും. അതിമനോഹരമായ വൃത്തിയും വെടുപ്പോടെയാണ് മാക്സിമം ഈ സലാല സിറ്റിയൊക്കെ നല്ല വൃത്തിയോടുകൂടിയാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ചെടികളൊക്കെ വെച്ച് പൂക്കളമൊക്കെ വെച്ച് നല്ല കാണാനായിട്ട് എല്ലാവർക്കും ഇഷ്ടം തോന്നുന്ന വിധത്തിലുള്ള ഒരു നഗര കാഴ്ചയാണ് നമുക്ക്. ശരിക്കും നഗരമെന്ന് പറയാൻ പറ്റില്ല, ഇത് ഗ്രാമമെന്ന് തന്നെ പറയാം. അത് റോഡുകളും അതിൻ്റെ ഭംഗിക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഈ സലാല എന്ന സ്ഥലത്ത് നിന്ന് ഞാനിപ്പോൾ താക്കയിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ താക്ക എന്ന് പറയുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ തനി ഗ്രാമമാണ്. അപ്പോൾ ആ തനി ഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമാനികളുടെ ജീവിത രീതിയും കാര്യങ്ങളൊക്കെ മറ്റ് ഒമാൻ മാസ്കറ്റിൻ്റെ അതുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. അതുതന്നെയല്ല, ചിലവുകളാണേലും താരതമ്യേന കൂടുതലാണെന്ന് തന്നെ പറയാം മാസ്കറ്റിനേക്കാൾ. എനിക്ക് തോന്നുന്നത് ഇവിടെ സാധനങ്ങൾക്ക് അല്പം വില കൂടുതലൊക്കെ ആയിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. എന്തു തന്നെയായാലും നമുക്ക് ഈ വീഡിയോയിലൂടെ നമുക്ക് ഈ സലാലയുടെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഇതിനുശേഷം നമുക്ക് മുന്നോട്ട്, ഇപ്പം ഓഫ് സീസൺ ആയതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കാണിക്കാൻ സാധിക്കാത്തത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സലാലയുടെ ഏറ്റവും ഭംഗി ഇവിടുത്തെ ഖരീഫ് സീസണാണ്. ആ സമയത്ത് പ്രകൃതി ആകെപ്പാടെ മാറും. ആ സമയത്ത് വളരെ ഭംഗിയാണ്, വളരെ കൗതുകകരമായ കാഴ്ചകൾ നമുക്ക് ആ സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഖരീഫ് സീസണിൽ നമുക്ക് നമ്മുടെ 1-2 വീഡിയോകളിലൂടെ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ സാധിക്കും. ഇപ്പം സീസൺ അല്ലാത്ത സമയമായതുകൊണ്ട് തൽക്കാലം നമുക്ക് നോർമലി കണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഇതിപ്പോൾ നമ്മൾ താക്കയിലേക്കുള്ള യാത്രാമധ്യമുള്ള റോഡിൻ്റെ ഇരുവശങ്ങളിലെ കാഴ്ചകളാണ് നമ്മളിപ്പം ഇതിലൂടെ കാണിക്കാൻ ശ്രമിക്കുന്നത്. നമ്മളങ്ങോട്ട് കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ നമുക്ക് താക്കയിലെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ അതിമനോഹരമായിട്ടാണ് ഇവിടെ തെങ്ങുകളൊക്കെ ചെയ്തിട്ടുള്ളത്. തെങ്ങുകൾ നല്ല കരുത്തും നല്ല ഫലവും തരുന്ന രീതിയിലുള്ള തെങ്ങുകളാണ്. നമ്മുടെ നാട്ടിലെ പോലെ ഈ മണ്ടരിയോ കാര്യങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല. നല്ല കൃഷി രീതിയാണ് ഇവിടെ അവലംബിക്കുന്നതെന്ന് തോന്നുന്നു. ഇതെല്ലാം ചെയ്യുന്നത് മലയാളികളൊക്കെ തന്നെയാണ്. കേരളത്തിൽ നിന്നാണ് ഇത് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടാവുമല്ലോ എന്തായാലും. അപ്പം നമ്മളിനി താക്കയുടെ ആ സിറ്റി ഒന്ന് കാണാം. അതുപോലെ തന്നെ അതിനു മുമ്പായിട്ട് നമുക്ക് താക്കയുടെ ഒരു ബീച്ചുണ്ട്. ആ ബീച്ചും ഒക്കെ ഒന്ന് കണ്ട് അതിനുശേഷം നമുക്ക് ചെറിയ സിറ്റിയിലേക്ക് കറക്കാം. അപ്പോൾ ഇത് താക്കയിലെ പ്രധാന ബീച്ച് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഏർലി മോർണിംഗിലാണ് ഈ വീഡിയോ എടുത്തത്. അതുകൊണ്ട് ഈ സമയത്ത് സന്ദർശകരാരും കൂടി ഉണ്ടാവില്ല. സാധാരണ വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് ഇവിടെ കൂടുതൽ സന്ദർശകരുണ്ടാകാറ്, കുളിക്കാനും ഒക്കെ ആയിട്ട്. പൊതുവേ ഇവിടെ കടൽ തീർത്തും ശാന്തമായിട്ടായിരിക്കത്തില്ല ഉണ്ടാവുക. അല്പം പവർ ഉണ്ടാവും ഇവിടെ. നമ്മുടെ മസ്കറ്റിലെ കടൽ പോലെ അല്ല സലാലയിലെ കടൽ. ഇവിടെ കുറച്ച് തിരയും കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ശരിക്കും നമ്മുടെ നാട്ടിൻപുറത്തൂടെ
പോകുന്ന അതേ ഫീൽ തന്നെയാണ് നമുക്കിവിടെ അനുഭവപ്പെടുന്നത്. പിന്നെ ആകെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങുകളുടെ രീതി, ബിൽഡിങ്ങുകളുടെ ഭാവത്തിലൊക്കെയാണ് ഒരു വ്യത്യാസമുള്ളത്. ഇതൊക്കെ ഒമാനികളുടെ വീടുകളും കാര്യങ്ങളും ഒക്കെയാണ് ഈ കാണുന്നത്. ഈ ഒമാനികൾ ഈ രീതിയിലാണ്, ഉള്ള സ്ഥലങ്ങളിൽ അടുത്തടുത്തായിരിക്കും വീടുകൾ ഉണ്ടാവുക. അല്ലാത്ത ഭാഗങ്ങളിൽ വീടുകൾ ഉണ്ടാവാതെ ഇങ്ങനെ ബ്ലാങ്കായിട്ട് കിടക്കും. വീടുകൾക്കാണേലും ഷെയ്ഡോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേരളത്തിലെ കാലാവസ്ഥയാണ്. ഇവിടെ മഴയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. പക്ഷേ ഇവിടെ ഷെയ്ഡ് അത്യാവശ്യമാണ്. പക്ഷേ ഇവിടെ എന്തോ അവരത് ചെയ്തിട്ടില്ല. മസ്കറ്റിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയില്ലാത്തത് കൊണ്ട് അവിടെ ഷെയ്ഡിൻ്റെ ആവശ്യമില്ല. ഇവിടെ ശരിക്കും സ്ഥലങ്ങളിൽ ആവശ്യമുള്ളതാണ്, പക്ഷെ അത് ഇവിടെ ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇവിടെ അതിശക്തമായ മഴയല്ല സാധാരണ പെയ്യാറ്. ഇങ്ങനെ എല്ലാ സമയങ്ങളും തുള്ളി തുള്ളിയാണ് നിൽക്കാറ്. അതുകൊണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ഇഷ്ടംപോലെ കളിസ്ഥലങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഒരു രാജ്യമാണ്. നമ്മുടെ നാട്ടിലെ പോലെയല്ല. കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ കളിക്കാനായിട്ടുള്ള ഒത്തിരി സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഈ ഞാനിപ്പം മുന്നോട്ട് നടക്കുന്ന സമയത്ത് ഈ മുന്നിൽ കാണുന്ന ഒരു ബോക്സാണ്. ഈ ബോക്സിനകത്ത് നമുക്ക് ആവശ്യമില്ലാത്ത വസ്ത്രങ്ങളോ ചെരുപ്പുകളോ ബാഗുകളോ ഒക്കെ നിക്ഷേപിക്കാവുന്നതാണ്. അത് ഈ അനാഥാലയങ്ങളിലും മറ്റും കഴിയുന്ന ആൾക്കാർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് കളക്ട് ചെയ്യുന്നത്. ഇതൊരു ചെറിയ ഈ ബീച്ചിൽ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്ന ഒരു ഏരിയയാണ്. ഇവിടെ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ഈ ഒട്ടകത്തിനെയോ അതുപോലെ തന്നെ കഴുത, അതുപോലെ തന്നെ കുതിര, ഇതൊക്കെ കൊണ്ടുവരാറുണ്ട്. അപ്പം ഈ സാധനങ്ങളൊക്കെ ഈ ചൂടത്ത് കയറി നിൽക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു തൊഴുത്ത് പോലത്തെ സംഭവമാണിത്. ഇതൊരു ട്രഡീഷണൽ ടൈപ്പിലായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ദൂരെ നോക്കുമ്പോൾ കൂണ് പോലെ ആണ് കാണുന്നത്. ഇതിനകത്ത് കയറുമ്പോൾ ഒരു കുടയുടെ ഇതാണ്, സെൻട്രൽ ഒരു തൂണിലാണ് ഇതിൻ്റെ മേൽക്കൂര മുഴുവൻ തടി, കമ്പുകളും ചില്ലകളും ഒക്കെ വെച്ചിട്ടാണ് ഉണ്ടായത്. നല്ല ഹെവി ആയിട്ടുള്ള കമ്പുകളും ചില്ലകളും തന്നെയാണ് വെച്ചിട്ടുള്ളത്. പുല്ലും അതുപോലെ തന്നെ കടപ്പുറത്ത് വലയും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ മുകളിൽ ഇട്ടിട്ടുള്ളത്. ആ കാണുന്നൊരു ഓപ്പൺ സ്റ്റേജാണ്. ആ ഓപ്പൺ സ്റ്റേജിൽ അത്യാവശ്യം പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഇവിടെ ഈ ഫംഗ്ഷൻ ടൈമിൽ നടക്കാറുണ്ട്. ഇതൊക്കെ ഈ മൃഗങ്ങൾക്ക് കയറി തണലിനോട് കൂടി നിൽക്കാനായിട്ട് ചെയ്തിട്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇവിടെ ഒരു വേലിക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് ഈ മൃഗങ്ങളെയൊക്കെ ഈ ഫെസ്റ്റിവൽ ടൈമിൽ കൊണ്ടുവരാറുണ്ട്. അതൊക്കെയാണ് ആ കാണുന്നത്. അതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത. ഒരു സ്റ്റൈലിന് കല്ലുമൊക്കെ അടുക്കി ഒരു പ്രത്യേക രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ ടാർ ചെയ്തിരിക്കുന്ന ഈ ഇത്ര ഏരിയയിലാണ് പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ചെയ്യുമ്പോൾ അവിടെയാണ്. പക്ഷേ ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ താക്ക സിറ്റിയിലേക്ക് കയറാനുള്ള ഒരു വഴിയാണിത്. ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെ സിറ്റിയാണ്. ആ സിറ്റിയിലേക്ക് നമുക്ക് ഇപ്പം തന്നെ പ്രവേശിക്കാം. നമുക്കിപ്പം ദൂരെ തന്നെ നമുക്ക് ആ സിറ്റിക്കകത്തൊരു പ്രധാനപ്പെട്ട പള്ളി കാണാൻ സാധിക്കും. അപ്പോൾ ആ പള്ളിയോട് ചേർന്ന് തന്നെ ഒരു കാസ്റ്റലുണ്ട്. അതായത് ഒരു കോട്ടയാണ് പണ്ടത്തെ. അധികം വലിപ്പമൊന്നുമില്ല. പണ്ട് കാലങ്ങളിൽ ഇവിടെ ശത്രുക്കളിൽ നിന്നും സൈനികർക്കൊക്കെ ഒളിച്ചിരിക്കാനും അവർക്കുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പം അതൊരു മ്യൂസിയമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ഇപ്പം ആ പള്ളി, സിറ്റിക്കകത്തുള്ള ഒരു പള്ളി ഇതാണ്. ഇപ്പം താക്കയിലൊരു വലിയ പള്ളിയുടെ വർക്ക് നടക്കുന്നുണ്ട്. അതിൻ്റെ വർക്ക് നമ്മൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ വീഡിയോകൾ ഞാൻ അടുത്ത ദിവസങ്ങളിൽ ഇടുന്നതായിരിക്കും. അതിനകത്ത് ഉള്ള ഒരു പള്ളിക്കകത്തെ ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും അതിൻ്റെ വിശദമായ വിവരങ്ങളൊക്കെ ഞാൻ ആ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ പള്ളിക്ക് സൈഡിൽ തന്നെ അതിൻ്റെ ഒരു സെമിത്തേരി ഉണ്ട്. ആ സെമിത്തേരി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഖബർസ്ഥാൻ എന്ന് പറയും. സെമിത്തേരി എന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻസിൻ്റെയാണ്. ഇത് ഖബർസ്ഥാൻ എന്ന് പറയും. ഈ ഖബർസ്ഥാനിലാണ് ആ രണ്ട് ശിലകൾ കാണുന്നതിലെ ഉയരത്തിൽ കാണുന്ന ഈ രണ്ട് ശിലകൾ ഈ പഴയ രാജാവിൻ്റെ, അതായത് സുൽത്താൻ കാബൂസിൻ്റെ അമ്മേനെ സംസ്കരിച്ചിരിക്കുന്നതാണ്. ഈ കാണുന്നതാണ് ഇവിടുത്തെ കാസ്റ്റൽ, അതായത് കോട്ട എന്ന് പറയുന്ന സംഭവം. ഈ കോട്ടയുടെ ഫ്രണ്ടിൽ വളരെ അതിശയിപ്പിക്കുന്ന 4 ശില്പങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. ഇത്രമാത്രം ഫിനിഷിങ്ങിലോടുകൂടി ഇത്രമാത്രം ഭംഗിയായിട്ട് ഒരു ശില്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ
ലൈഫിൽ ഇത്ര അടുത്ത് പോയി കണ്ടിട്ടില്ല. ഒത്തിരി ശില്പങ്ങൾ ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്, പല രൂപത്തിലും കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇതിനകത്ത് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം അവർ ഡീറ്റെയിലോട് കൂടിയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ആദ്യമേ ദൂരെ നോക്കിയപ്പോൾ കണ്ടത് കരുതിയത് ഇതൊരു ഒട്ടകവും കുഞ്ഞും നിൽക്കുന്നതാണെന്നാണ് ഞാൻ കരുതിയത്. ശരിക്കും ഇതൊരു ശില്പമാണെന്നുള്ളത് അടുത്ത് ചെന്നപ്പോൾ മാത്രമാണ് എനിക്ക് മനസ്സിലായത്. അപ്പം ഒരു തള്ളയും കുഞ്ഞും നിൽക്കുന്നതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ എൻ്റെ അടുത്തേക്ക് എത്തിയത്. ശരിക്കും പറഞ്ഞത് അന്നേരമാണ് മനസ്സിലാവുന്നത് ഇത് ശില്പമാണെന്ന്. വളരെ ഡീറ്റെയിൽ ആയിട്ട് എത്ര ഭംഗിയായിട്ടാണ് അതിൻ്റെ രോമങ്ങൾ വരെ വളരെ ഭംഗിയായിട്ടാണ്. ഇപ്പം എൻ്റെ ക്യാമറ അത്ര ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ്. നല്ല ക്യാമറ ആണെങ്കിൽ അതിൻ്റെ കൂടുതൽ ക്ലാരിറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. അത്രമാത്രം ഫിനിഷിങ്ങിലാണ് സംഭവിച്ചിട്ടുള്ളത്. ലൈവാണ് ശരിക്കും പറഞ്ഞാൽ, ജീവൻ തുടിക്കുന്ന ശില്പങ്ങളാണ്. ഭയങ്കര ഭംഗിയായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. ശരിക്കും ഈ ശില്പം സഞ്ചാരികളെ നന്നായിട്ട് ആകർഷിക്കും. ഇത് വളരെ അടുത്ത സമയത്തെന്തോ വെച്ചതാണ്. ഇത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് 1 മാസത്തിൽ അധികമായിട്ടില്ല, അല്ലെങ്കിൽ 2 മാസത്തേക്കുള്ളൊന്നും ആയിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. അത്രമാത്രം പുതിയ ഒരു ശില്പമാണ് ഇരിക്കുന്നത്. ഇതിനു മുമ്പ് ഞാനിവിടെ വന്ന സമയങ്ങളിലൊന്നും ഇത് കണ്ടിട്ടില്ല. ഇപ്പോഴാണ് ഞാനിത് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ നിന്നത് ഒറിജിനൽ ആണെന്ന് കരുതിയത്. രണ്ട് സെറ്റ് ഉണ്ട്. ഇതൊരു മാതാവും കുഞ്ഞും, അപ്പുറത്ത് മറ്റൊരെണ്ണം കൂടെ ഉണ്ട്. അവർ കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത്. മറ്റേത് ഇന്ന് പാല് കൊടുക്കുന്നതാണെങ്കിൽ ഇവിടെ തള്ള കിടക്കുന്നു, കുഞ്ഞടുത്ത് നിൽക്കുന്നു. അതാണ് ഇവിടുത്തെ ഈ ശില്പത്തിന്റെ ഒരു പ്രത്യേകത. ശരിക്കും ആ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഒരു റിസോർട്ടാണ്, വലിയൊരു റിസോർട്ടാണ്, പുരാതന രീതിയിൽ ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ഒട്ടകവും കുഞ്ഞും കിടക്കുന്ന ആ ഒരു വ്യൂ വളരെ, ഇതിൻ്റെ അനാട്ടമി ആണെങ്കിലും അതിൻ്റെ കളർ വൈസ് ആണെങ്കിലും അതിൻ്റെ ഡീറ്റെയിലിംഗ് വൈസ് ആണെങ്കിലും ഏത് തരത്തിൽ നോക്കിയാലും അത് വളരെയേറെ മാക്സിമം ഒരു കലാകാരന് ചെയ്യാൻ കഴിയുന്നത്ര നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. വളരെ ഡീറ്റെയിലിംഗ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് നമ്മുടെ ക്യാമറ അത്ര പോരാ, അല്ലെങ്കിൽ അത് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാമായിരുന്നു. എടുക്കാവുന്നതിൻ്റെ മാക്സിമം എടുത്തിട്ടുണ്ട്. കാതായാലും കണ്ണായാലും മൂക്കായാലും ചുണ്ടായാലും എന്തായാലും ഒക്കെ വളരെ കുഞ്ഞൊട്ടകത്തിന് വളരെ ക്യൂട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത്. വളരെ അടിപൊളിയായിട്ട് ഭംഗിയായിട്ട് തന്നെയാണ് ഈ വർക്ക് ചെയ്തിട്ടുള്ളത്. ഒമാൻ്റെ ശരിക്കും ഒരു പ്രാചീന കാലത്തെ ഒരു ഗ്രാമത്തിൻ്റെ ഒരു ശേഷിപ്പുകളാണ് ഈ ഭാഗം എന്ന് പറയുന്നത്. ഈ കാസ്റ്റിലും അതിനോടനുബന്ധിച്ചുള്ള പരിസരം എന്ന് പറയുന്നത് ശരിക്കും ഒരു പുരാതനമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ പഴയ കെട്ടിടങ്ങൾ, വളരെയേറെ പഴക്കം ചെന്ന കെട്ടിടങ്ങൾ, തകർന്നു വീണതും വീഴാനായി നിൽക്കുന്നതുമായിട്ടുള്ള കെട്ടിടങ്ങളൊക്കെ ധാരാളമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ നമുക്ക് മുന്നോട്ട് നമുക്ക് നോക്കാമത് കാണുന്ന റിസോർട്ടാണ്. റിസോർട്ട് വളരെ ഭംഗിയാണ്. രാത്രി കാലങ്ങളിൽ ലൈറ്റിങ്ങും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. അത് കാണുമ്പം തന്നെ നമുക്ക് ഈ സിറ്റിയിൽ നിന്ന് കാണുന്ന ഒരു നല്ല വ്യൂവിൽ നിൽക്കുന്ന ഒരു റിസോർട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഈ കാണുന്നത് ഈ ഗ്രാമത്തിലെ പഴയ കെട്ടിടങ്ങളൊക്കെയാണ്. ഇത് മണ്ണും കല്ലും ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു കെട്ടിടങ്ങളാണ്. ഇവിടെ ഈ ഭാഗത്ത് മൊത്തം അങ്ങനെ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ബിൽഡിങ്ങുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. മുന്നോട്ട് കുറച്ചങ്ങോട്ട് നടന്ന് നമുക്ക് ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം ഈ കെട്ടിടങ്ങൾ കൂടുതലും ഉപയോഗിക്കുന്നത് ബംഗാളികളാണ്. ഇവിടുത്തെ സ്വദേശികൾ പണ്ട് താമസിച്ചിരുന്ന വീടുകളൊക്കെ ആണെങ്കിലും അവർക്ക് വാസയോഗ്യമല്ലാത്തതിനാൽ അവരെല്ലാം അത് ഒഴിഞ്ഞു പോവുകയും ഇപ്പം അത് ബംഗാളികളുടെ ഒരു ആവാസ കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മൊത്തം ബംഗാളികളാണ് താമസിക്കുന്നത്. ഈ ഏരിയയിൽ ബംഗാളിയെ മുട്ടിട്ട് നടക്കാൻ പറ്റുള്ളൂ. ആ രീതിയിലാണ് ഇവിടെ ബംഗാളികളുള്ളത്. ഇത് മുഴുവൻ അവർ വാടകയ്ക്കായിട്ടും വല്ലാതെയായിട്ടുമൊക്കെ ഇവിടെ എടുത്ത് താമസിക്കുകയാണ്. ഇതൊക്കെ തകർന്നു പോയ കെട്ടിടങ്ങളാണ്. മൊത്തം കല്ല്, മണ്ണ്, സിമെൻ്റൊക്കെ എത്തുന്നതിന് എത്രയോ വർഷം മുമ്പ് പണിത കെട്ടിടങ്ങളാണ്. വളരെ പുരാതനമാണ്. എന്ന് പറഞ്ഞാൽ സിമെൻറ്റ് എന്ന് പറയുന്ന സാധനം ഇതിനകത്തില്ല. അതുപോലെ തന്നെ മണ്ണ് കുഴച്ച് കട്ട കെട്ടണമെന്ന് ഇവർക്ക് അറിയാൻ പാടില്ലാത്ത കാലത്ത് പണിതാണോ എന്നും എനിക്കറിയില്ല. കാരണം കല്ലുകൾ വെറുതെ അടുക്കി അതിന് സൈഡിലൊക്കെ ചെറിയ പീസുകളൊക്കെ വെച്ച് ടൈറ്റാക്കി
അത്ര ആ രീതിയിലാണ് ഈ ഇതിനകത്ത് മിക്ക കെട്ടിടങ്ങളും പണിതിട്ടുള്ളത് എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു പ്രത്യേകത. അപ്പോൾ അതായത് ഒരു മണ്ണ് കുഴച്ച് കെട്ടാൻ തന്നെ അറിയില്ലാത്തൊരു കാലത്തായിരിക്കും ഒരു പക്ഷേ ഇവരിത് ചെയ്തിട്ടുണ്ടാവുക എന്ന് നമുക്ക് കാണുമ്പം തന്നെ തോന്നാറുണ്ട്. എല്ലാം അങ്ങനെയുള്ള കെട്ടിടങ്ങളാണ്. കണ്ടോ, നോക്കൂ, എല്ലാം ആ സൈസ് ആ രീതിയിൽ തന്നെയാണ് ഉള്ളത്. ഇതൊക്കെ പഴയ ധനികന്മാരുടെ വീടുകളായിരുന്നു എന്ന് തോന്നുന്നു. കാരണം ഇത്രയും ഉയരത്തിലാണ് ഈ വീടുകൾ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ പണ്ടത്തെ ബംഗ്ലാവുകൾക്ക് സമമായിട്ടുള്ള വീടുകളായിരുന്നു, അല്ലാതെ കുടിലുകളൊന്നും ആയിരുന്നില്ല. ഇതൊരു വലിയ നഗരമായിരുന്നു എന്നാണ്, മറ്റു നഗരത്തിൻ്റെ തിരിശേഷിപ്പായിട്ടാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുണ്ടോ, വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിനകത്തൊരു മണ്ണോ കാര്യങ്ങളോ ഒന്നും മിക്സ് ചെയ്യാതെയാണ് ഈ കട്ടകൾ അടുക്കി വെച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ഈ സംഭവം ചെയ്തിട്ടുള്ളത്. എല്ലാം വളരെ, ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ വളരെ വൃത്തിഹീനമായിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. ഈ ബംഗാളികളെല്ലാം അവരുടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് എറിഞ്ഞിടുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. കണ്ടില്ലേ, ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ മനസ്സിലാവും നമുക്ക്. അത് മാത്രമല്ല, ഈ കാണുന്ന കല്ലുകൾക്ക് നല്ല വലുപ്പമുണ്ട്. നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ നമുക്കത്ര വലുപ്പം തോന്നില്ലെങ്കിൽ കൂടി ഇതൊക്കെ നല്ല വലുപ്പത്തിൽ നല്ല വിസ്താരത്തിലുമാണ് ഇതിൻ്റെ കൽക്കെട്ട് ചെയ്തിരിക്കുന്നത്. വീതി, കെട്ടിന് തന്നെ നല്ല വീതിയുണ്ട്. അങ്ങനെയാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. അടുത്ത ഒരു വീഡിയോയിലേക്ക് തിരിച്ചു വരുന്നത് വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.